ഹായ് ഓൾ. ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ക്രൂവിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അനാട്ടമി പേപ്പർ 1-ലെ ലിവർ എന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. ലിവർ എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ അബ്ഡോമൻ ഏരിയയില്, അബ്ഡോമൻ എന്ന് പറയുമ്പോൾ വയറല്ല, മറിച്ച് നമ്മുടെ ചെസ്റ്റ് മുതൽ പെൽവിസ് വരെയുള്ള റീജിയനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് അബ്ഡോമൻ എന്നുള്ളത്. ഈ അപ്പർ അബ്ഡോമനിലെ ഒരു ഓർഗൻ ആണ് ലിവർ. ഈ ലിവർ നമ്മളെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ഡൈജഷനും അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലിവർ. ലിവർ എന്ന അപ്പർ അബ്ഡോമിനൽ ഓർഗൻ ഹെൽപ്പ് ദാറ്റ് എയ്ഡ്സ് ഇൻ ഡൈജഷൻ ആൻഡ് ഓൾസോ റിമൂവ് ദ വേസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് വോൺ ഔട്ട് സെൽസ് ഫ്രം ദ ബ്ലഡ്. നമ്മുടെ രക്തത്തിലെ നശിച്ചു പോയ സെൽസിനെ റിമൂവ് ചെയ്യാനും അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യാനും നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ലിവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് നമുക്കിനി ലിവറിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെക്കാം. ഫങ്ഷൻസ് ഓഫ് ദ ലിവർ. ലിവർ നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് നമ്മുടെ ബോഡിയിലെ ലിവറിനെ കൊണ്ട്. ഫസ്റ്റ് വൺ മെറ്റാബോളിസം ഓഫ് ന്യൂട്രിയൻസ് ആണ്. മെറ്റാബോളിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് വരുന്ന ചില കമ്പോണൻസ് അത് ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും മോർ കോംപ്ലിക്കേറ്റഡ് ഫോമിലായിരിക്കും അത് വരുന്നത്. സോ അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓരോ സ്ട്രക്ചറിനെയും അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് അഥവാ അതിനെ തിരിച്ചെടുത്ത് അതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഏറ്റവും നമുക്ക് അബ്സോർബിൾ ആയിട്ടുള്ള ഒരു ഫോമിലോട്ട് മാറ്റുന്നതാണ് മെറ്റാബോളിസം എന്നൊരു പ്രോസസ്സിലൂടെ നടക്കുന്നത്. അവിടെ ഇപ്പൊ കാറ്റബോളിസം അഥവാ നമ്മുടെ ഓരോ ആ സ്ട്രക്ചറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സായ കാറ്റബോളിസവും ഉണ്ട്. അതുപോലെ അതിൽ നിന്ന് പുതിയൊരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു എനർജീനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അഥവാ അനാബോളിസം. ഈ രണ്ട് പ്രോസസ്സ് നടക്കുന്നതാണ് മെറ്റാബോളിസം. പിന്നെ വരുന്നത് യൂറിയ പ്രൊഡക്ഷൻ. നമ്മുടെ ബോഡിയിൽ യൂറിയയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന പല സാധനങ്ങളുടെയും വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് അമോണിയ ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അമോണിയ ആക്ച്വലി ഒരു ടോക്സിക് പ്രൊഡക്റ്റ് ആണ്. ഈ അമോണിയനെ ഡീടോക്സിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് ഹാനികരമാണ്, ഹാംഫുൾ ആണ്. ഈ അമോണിയനെ ലെസ് ഹാംഫുൾ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാനുള്ള പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ യൂറിയ. അപ്പൊ യൂറിയ പ്രൊഡക്ഷനും നമ്മുടെ ലിവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് പ്രൊഡക്ഷൻ ഓഫ് ആൽബുമിൻ. നമ്മുടെ ബോഡിയിലെ ആൽബുമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൽബുമിൻ നമ്മുടെ ബോഡിയിലെ ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തില് ഫ്ലൂയിഡിന്റെ അളവ് അഥവാ വെള്ളം പോലെയുള്ള ദ്രാവകങ്ങളുടെ അളവ് കൂടാതെയും ഒത്തിരി കുറയാതെ ഇരിക്കാൻ ആൽബുമിൻ നമുക്ക് ആവശ്യമാണ്. ആൽബുമിനും അതുപോലെ തന്നെ ചില വൈറ്റമിൻസ്, ഡ്രഗ്സ്, ചില ഹോർമോൺസ് ഇവയ്ക്കൊക്കെ നമ്മുടെ ബോഡിയിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് പോകണമെങ്കിൽ ആൽബുമിന്റെ ഹെൽപ്പ് വേണം. സോ അങ്ങനത്തെ ഒരു ഫംഗ്ഷനിങ്ങിലും ആൽബുമിൻ നമുക്ക് ആവശ്യമാണ്. ഈ ആൽബുമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെ ലിവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഹോർമോൺ റെഗുലേഷൻ. നമ്മുടെ ബോഡിയിലുള്ള ചില ഹോർമോൺസ് ലൈക്ക് ഇൻസുലിൻ, ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ, ആൻജിയോടെൻസിനോജൻ, ത്രോംബോപോയിറ്റിക് ഹോർമോൺ, നമ്മുടെ പ്ലേറ്റ്ലെറ്റിന്റെ ഒക്കെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ത്രോംബോപോയിറ്റിക് ഹോർമോൺ. പിന്നെ ഹെപ്പിസിലിൻ എന്ന് പറയുന്ന അയേണിന്റെ മെറ്റാബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ചില ഹോർമോൺസ്. പിന്നെ കാൽസിഡിയോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില ഹോർമോൺസ്. ഇങ്ങനത്തെ ഹോർമോൺസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്, ആ ഹോർമോൺസിന്റെ ലെവല് നമ്മുടെ ബോഡിയിൽ റെഗുലേറ്റ് ചെയ്യാനും ലിവർ നമുക്ക് ആവശ്യമാണ്. ലിവർ നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആ ഒരു ഹോമിയോസ്റ്റാസിസ് റെഗുലേറ്റ് ചെയ്യാനും ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതിനാവശ്യമായ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനും നമ്മുടെ ലിവറിന് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ബ്ലഡ് ഫിൽട്രേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ബ്ലഡിലുള്ള എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ ഫിൽട്ടർ ചെയ്ത് കളയാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലുള്ള നശിച്ചു പോയ ബ്ലഡ് സെൽസ് ഒരു കാലാവധി കഴിയുമ്പോൾ ആ ബ്ലഡ് സെൽസ് ഡെത്തായി പോവുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മുറിവോ എന്തെങ്കിലും ഡിസീസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ചില സെൽസ് നശിച്ചു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഡെത്തായ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും ബ്ലഡ് ഫിൽട്രേഷനിലൂടെ നമ്മുടെ ലിവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റോറേജ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ചില വൈറ്റമിൻസും മിനറൽസും, അതായത് ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് എ, ഡി, ഇ, കെ, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, അതുപോലെ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻ B12, പിന്നെ മിനറൽസിൽ പെടുന്ന അയൺ, കോപ്പർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ നമ്മൾ ലിവർ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ബ്ലഡ് ഷുഗർ റെഗുലേഷൻ. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ലിവർ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. ദെൻ ബൈൽ പ്രൊഡക്ഷൻ. നമ്മുടെ ബൈല് പ്രൊഡ്യൂസ് ചെയ്ത് ഈ ബൈല് നമുക്ക് ഡൈജഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ആ ബൈല് പ്രൊഡ്യൂസ് ചെയ്യാനും
നമ്മുടെ ലിവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യാനും ലിവർ നമുക്ക് ആവശ്യമാണ്. സോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ലിവറിന്റെ ഫങ്ഷൻസ്. പിന്നെയുള്ള രണ്ട് ഫങ്ഷൻസ് ആണ്, ഒന്ന് പ്രൊട്ടക്റ്റീവ് ആക്ഷൻ. നമ്മളെല്ലാരും പറയാറുണ്ട് നമ്മുടെ ചില ഡ്രഗ്സ് ഒക്കെ ലിവറിൽ ചെന്നിട്ടാണ് പോകുന്നതെന്ന്. നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് ചെല്ലുന്ന ചില കെമിക്കൽ കോമ്പൗണ്ട്സ്, നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുന്ന പലതിലും പല ടൈപ്പ് ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ടാകാം. സോ ഈ കെമിക്കൽ കോമ്പൗണ്ട്സ് അതുപോലെ ഈ ഡ്രഗ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ എത്തിയിട്ട് അത് ഡയറക്റ്റ്ലി നമ്മുടെ ലിവറിലോട്ടാണ് ചെല്ലുന്നത്. ഈ ലിവറിൽ എത്തിയിട്ട് നമ്മുടെ ബോഡിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോമിലാണോ ഇത് വന്നിരിക്കുന്നതെന്ന് ലിവർ ചെക്ക് ചെയ്ത് എന്തെങ്കിലും ടോക്സിസിറ്റി അതിനുണ്ടെങ്കിൽ അതിനെ ഡീടോക്സിഫൈ ചെയ്ത് നമ്മുടെ ബോഡിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോമിൽ അല്ലെങ്കിൽ അബ്സോർബിൾ ആയിട്ടുള്ള ഫോമിലോട്ട് അതിനെ മാറ്റി എന്നിട്ടാണ് അത് ബാക്കിയുള്ള ബോഡി പാർട്സിലോട്ട് കടത്തി വിടുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ബോഡീനെ ഒരു പ്രൊട്ടക്റ്റീവ് ആക്ഷൻ ലിവർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഈ വസ്തുക്കളൊക്കെ, ഈ കെമിക്കൽ കോമ്പൗണ്ട്സോ അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് ഒക്കെ ഡയറക്റ്റ്ലി നമ്മുടെ ബോഡിയിലോട്ട് ചെന്നാൽ ചിലപ്പോൾ നമ്മുടെ കിഡ്നി അടിച്ചു പോകും, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിന് അത് നല്ലതായിരിക്കില്ല. അങ്ങനെ കുറെ സംഭവങ്ങൾ നമ്മുടെ ബോഡിയിൽ നടക്കും. അങ്ങനെ നമ്മുടെ ബോഡീനെ നശിക്കാതിരിക്കാൻ ഒരു പ്രൊട്ടക്റ്റീവ് ആക്ഷൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ലിവർ. പിന്നെ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ ബ്ലഡിലുള്ള, നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യും, ബ്ലഡ് ഫിൽട്രേഷന് ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസിന്റെ ഡിസ്ട്രക്ഷന്, നമ്മുടെ RBCs ഒരു 120 ഡേയ്സ് കഴിയുമ്പോൾ അത് ഡെഡ് ആവും. ഈ ഡെഡ് ആയി കഴിയുന്ന RBCയിൽ നിന്ന് ഹീമോഗ്ലോബിൻ ഒക്കെ വേർതിരിച്ചെടുത്ത് ഈ ഹീമോഗ്ലോബിനെ റീയൂസ് ചെയ്യാനും അതുപോലെ ഈ പ്രൊഡക്ട്സിനെ എക്സ്ക്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചില പ്ലാസ്മ പ്രോട്ടീൻസ് ആയി ഇമ്മ്യൂണോഗ്ലോബുലിൻസ് പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മുടെ ബിലിറുബിനൊക്കെ നമ്മുടെ ബൈല് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞില്ലേ, അതിൽ നിന്ന് പിന്നീട് വരുന്ന ബിലിറുബിനെ ബൈലിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും എല്ലാം ലിവറാണ്. ഇനി കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ മെറ്റാബോളിസത്തിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫുഡിലും നമ്മൾ കഴിക്കുന്ന ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഡയറക്റ്റ് ലിവറിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഡൈജഷന് ശേഷം ആ ഫുഡിൽ നിന്നുള്ളതും അതുപോലെ നമ്മുടെ ബ്ലഡിലുള്ളതുമായിട്ടുള്ള കാര്യങ്ങളെ എല്ലാ കോമ്പൗണ്ട്സിനെയും ഇത് മെറ്റാബോളിസം വഴി മെറ്റാബോളൈസ് ചെയ്ത് ഇതിനെ ലെസ് ഹാർംഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് മാറ്റും. ഇന്റർമീഡിയറ്റ് മെറ്റാബോളിസം കുറെ നടക്കുന്നുണ്ട് നമ്മുടെ ലിവറിൽ. ഇന്റർമീഡിയറ്റ് മെറ്റാബോളിസം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഐറ്റംസിനെ സിമ്പിൾ അബ്സോർബിൾ ഫോം ആക്കി മാറ്റും അല്ലെങ്കിൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ വരുന്നതാണ് ലിവർ ആണ് നമ്മുടെ ബോഡിയിലെ ഒരു ലാർജസ്റ്റ് കെമിക്കൽ ഫാക്ടറി. അതിൽ കുറെ കോമ്പൗണ്ട്സ് ഉണ്ട്. അതിലൂടെ കുറെ കോമ്പൗണ്ട്സ് കടന്നുപോയി കുറെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കെമിക്കൽ ഫാക്ടറി എന്ന് തന്നെ നമുക്ക് ലിവറിനെ വിളിക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ഗ്ലൈക്കോജനിക് ഫംഗ്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലഡ് ഷുഗറിനെ എങ്ങനെ ലിവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഗ്ലൈക്കോജനിക് ഫംഗ്ഷനിൽ വരുന്നത്. നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ അത് കോൺസെൻട്രേറ്റഡ് ഫോം ആക്കി ഗ്ലൂക്കോസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഗ്ലൈക്കോജൻ ഫോം ആക്കി മാറ്റിയിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും നമ്മുടെ ലിവറിൽ. ഇനി ഈ ഗ്ലൈക്കോജനെ നമുക്ക് എപ്പോഴാണോ ബോഡിയിൽ ആവശ്യം വരുന്നത്, നമ്മൾ എപ്പോഴാണോ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത്, അപ്പോ ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബോഡിക്ക് തിരിച്ചു നൽകും. ഈ ഒരു പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നോർമൽ ബ്ലഡ് ഷുഗർ ലെവലിനെ നമ്മുടെ പാൻക്രിയാസിന്റെ ഒപ്പം നിന്നുകൊണ്ട് ലിവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഉള്ള ഗ്ലൂക്കോസ് കംപ്ലീറ്റ്ലി അപ്പപ്പം എടുക്കുകയല്ല, അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ അതത് സമയത്ത് നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ആ ഗ്ലൂക്കോസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഗ്ലൈക്കോജൻ ഫോമിലാക്കി നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ആവശ്യാനുസരണം പാൻക്രിയാസും ലിവറും കൂടെ ചേർന്ന് ഇതിനെ ആവശ്യാനുസരണം ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്ത് നമ്മൾ ബ്ലഡിലോട്ട് നൽകിക്കൊണ്ടിരിക്കും. ബ്ലഡ് അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കും എനർജിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കുവാണ്, ആവശ്യത്തിന് ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള അമിനോ ആസിഡ്സിനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്ത് അത് ആവശ്യാനുസരണം ഉപയോഗിക്കാനും നമ്മുടെ ലിവറിനെയും കൊണ്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് എക്സ്ക്രീഷൻ. നമ്മുടെ വേസ്റ്റ് പ്രോഡക്ട്സിനെ ടോക്സിക് ആയിട്ടുള്ള ഫോമിൽ നിന്ന് മാറ്റി സിമ്പിൾ ആയിട്ടുള്ള ഫോമിൽ നമ്മുടെ സ്വെറ്റിലൂടെയും കിഡ്നീസിലൂടെയും ഏത് തരം എക്സ്ക്രീഷൻ പ്രോസസ്സിലൂടെയും കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ലെസ് ഹാർംഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിട്ട് നമ്മുടെ എല്ലാ വേസ്റ്റ് പ്രോഡക്ട്സിനെയും മാറ്റാനും ലിവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ബൈൽ സെക്രീഷന് വേണ്ടിയിട്ട്. നമ്മുടെ ബൈലിലുള്ള ചില കമ്പോണൻസ് ലൈക്ക് ബൈൽ സോൾട്സ് പോലെയുള്ള ചില കമ്പോണൻസ് ലിവർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില പിഗ്മെന്റ്സ് നമ്മുടെ റെറ്റിക്കുലോ എൻഡോത്തീലിയൽ സിസ്റ്റം,
റെറ്റിക്കുലർ എൻഡോത്തീലിയൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മാക്രോഫേജസ് അതൊരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. അതൊരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഒരു സെൽസ് ആണ്. അവിടെ ഉണ്ടാക്കുന്ന ചില പിഗ്മെന്റ്സിനെ ബൈലിലോട്ട് കൊടുക്കുന്നത് നമ്മുടെ ലിവർ ആണ്. ഈ റെറ്റിക്കുലർ എൻഡോത്തീലിയൽ സിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന പിഗ്മെന്റ്സ് ലിവറിൽ എത്തിയിട്ട് ലിവറാണ് അത് ബൈലിലോട്ട് കൊടുക്കുന്നത്. അങ്ങനെ ബൈലിന്റെ സെക്രീഷനും പ്രൊഡക്ഷനും ഒക്കെ ലിവർ ഒരു വലിയ റോള് വഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് യൂറിയ ഫോർമേഷന് വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ബോഡിയിൽ ഇത് ഫോം ചെയ്യുന്നത് അമിനോ ആസിഡ്സ് ആയിട്ടാണ്. അമിനോ ആസിഡ്സ് നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആണ്. അതിനെ ഡീഅമിനേഷൻ ചെയ്ത് അമോണിയ മാറ്റി ശേഷം യൂറിയ മാറ്റി അതിനെ ഏറ്റവും ലെസ് ഹാംഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിലോട്ട് മാറ്റിയിട്ടാണ് നമ്മുടെ ബോഡി അതിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പറഞ്ഞു വൈറ്റമിൻ എയും ഡിയും അതുപോലെ തന്നെ പറഞ്ഞതാണ് വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ, അതുപോലെ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻ B12, പിന്നെ മിനറൽസ് ആയിട്ടുള്ള അയേൺ, കോപ്പർ, ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് നമ്മുടെ ലിവറിൽ തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ആക്ഷൻ ഓൺ ദ ഫാറ്റ്. ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഫാറ്റിനെ ഡയറക്റ്റ്ലി ഡൈജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ഫോമിലോട്ടാക്കി മാറ്റണം. ചെറിയ ചെറിയ ബബിൾസ് പോലെയുള്ള ഫോമിലോട്ടാക്കി മാറ്റിയിട്ട് എന്നിട്ടാണ് നമുക്ക് അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ഡൈജഷൻ കഴിഞ്ഞ ഫാറ്റ് വലിയ വലിയ കോംപ്ലക്സ് ഫോമിലാണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രീനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അബ്സോർബ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. സോ അതിനെ ഏറ്റവും സിമ്പിൾ ഫോമിലാക്കി മാറ്റി നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുന്നതും നമ്മുടെ ലിവർ തന്നെയാണ്. പിന്നെ വരുന്നത് മെയിൻ്റനൻസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ ആണ്. ബോഡി ടെമ്പറേച്ചറിനെ എങ്ങനെയാണ് ലിവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ലിവർ ഒരു ലാർജസ്റ്റ് ഗ്ലാൻഡ് ആൻഡ് ലാർജസ്റ്റ് സോളിഡ് ഓർഗൻ ഇൻ അവർ ബോഡിയാണ്. അതൊരു തിക് മാസ് ആയിട്ട് നമ്മുടെ അപ്പർ അബ്ഡോമനിൽ അങ്ങനെ ഇരിക്കുവാണ്. സോ അതിന്റെ ആ ഒരു പ്രസൻസ് കൊണ്ട് തന്നെയും അതുപോലെ തന്നെ ഈ ലിവറിൽ നടക്കുന്ന മെറ്റാബോളിസം പ്രോസസ്സുകൾ, കുറെ മെറ്റാബോളിസം നടക്കുമ്പോൾ അതിനനുസരിച്ച് എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയും ഹീറ്റും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ അതിലൂടെ പാസ് ചെയ്തു പോകുന്ന ബ്ലഡിനെ വാം ആക്കി കീപ്പ് ചെയ്യാനും അതിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനെ നമ്മുടെ ബോഡിയുടെ ഫുള്ള് ആ ഒരു ടെമ്പറേച്ചർ റെഗുലേഷനിൽ ഒരു ചെറിയ ഭാഗം വഹിക്കാനും നമ്മുടെ ലിവറിന് സാധിക്കുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ലിവറിനെ പറ്റി പറഞ്ഞത്. ലിവർ എന്താന്ന് പറഞ്ഞു. ലിവർ നമ്മുടെ അപ്പർ അബ്ഡോമനിലുള്ള ഒരു ലാർജസ്റ്റ് സോളിഡ് ഓർഗൻ ആൻഡ് ഗ്ലാൻഡ് ആണ്. അതുപോലെ തന്നെ ലിവറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഇത്രയാണ് ലിവറിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി ഇതിനെ പറ്റി ആർക്കെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്, ക്ലാരിഫൈ ചെയ്ത് തരുന്നതാണ്. സോ അത്രയാണ് ക്ലാസ്. താങ്ക് യു.